ഹായ്, ജോബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ക്യാബേജ് തോരനാണ് വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാബേജ് തോരൻ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക, കമൻറ്റുകൾ അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ക്യാബേജ് തോരന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. ഞാനിവിടെ 1/4 കിലോ ക്യാബേജ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം വാടാത്ത ക്യാബേജ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു 1/4 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വേണം. 3-4 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, കടുക്, ചെറിയ ജീരകം, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, സവാള ചോപ്പ് ചെയ്ത് വെച്ചത്, അല്പം കറിവേപ്പില, വെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ട ചേരുവകൾ. അപ്പോൾ നമുക്കിത് പാചകം ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ അല്പം വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിത്തീരുന്ന ആ സമയം നമ്മൾക്ക് ഒരു 2-3 വറ്റൽമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചെറുള്ളി ആയാലും കുഴപ്പമില്ല. ചെറുള്ളി ആയിരിക്കും കുറച്ചും കൂടിയും ടേസ്റ്റ് നമ്മളുടെ തോരന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചെറുള്ളി അതല്ലെങ്കിൽ സവാള ഇട്ടു. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ വേപ്പില ഇരിക്കുന്നത് അതും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് അല്പം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് അത്യാവശ്യത്തിന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ക്യാരറ്റും ചോപ്പ് ചെയ്ത് വെച്ചേക്കണത് ഇതിൽ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾക്കൊരു 50 മില്ലിയോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ ആവിയിലാണ് നമ്മുടെ ക്യാബേജ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ വെള്ളം ഒരുപാട് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം വെള്ളം മാത്രമേ ഒഴിക്കാവൂ. നമ്മൾക്ക് ഈ ഇത്രയും വെള്ളം കൊണ്ട് തീ ചുരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാബേജ് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് വെള്ളം ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾക്ക് ചെറുതീയിലിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇടയ്ക്ക് നമ്മളുടെ മൂടി ഒന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മൂടി വയ്ക്കുന്നത് ആവി പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ചെറുതീയിലിട്ട് അത് ബോയിലാവുന്ന നേരം കൊണ്ട് നമ്മൾക്ക് ചെറിയ ജീരകവും വെളുത്തുള്ളി തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് കൂടുതലുണ്ടെങ്കിൽ മിക്സിയിൽ ചെറിയ ജീരകവും ഈ വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് മിക്സിയിലിട്ടാൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ചതയലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അത് ചതച്ചെടുത്ത ചെറുജീരകവും അതേമാതിരി തന്നെ വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മളുടെ തേങ്ങ ചിരണ്ടി വെച്ചേക്കണത് ഇടയ്ക്ക് ഒന്ന് തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത് നമ്മളുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് നമ്മളുടെ ക്യാബേജ് തോരൻ ഒന്ന് ഇളക്കിയിടാനായിട്ടൊന്ന് ഓർക്കണം. ചെറുതീയിലായിരിക്കണം, അതും ശ്രദ്ധിക്കുക. ഇത് നമ്മൾക്കൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ തേങ്ങ ചതച്ചത് ഒതുക്കിയെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ മിക്സിയിൽ നിന്ന് മൊത്തം നമ്മൾക്ക് തൂത്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ക്യാബേജൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. നമ്മൾക്ക് അതൊന്ന് നോക്കാം. ആവിയിലാണ് നമ്മളുടെ ക്യാബേജ് വേവുന്നത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആവി ഒട്ടും പോകാത്ത ഒരു അടപ്പ് വെച്ച് വേണം അടച്ചു വയ്ക്കാനായിട്ട്. ക്യാബേജിലെ വെള്ളമെല്ലാം വറ്റി നമ്മളുടെ ക്യാബേജ് നന്നായിട്ട്
വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി അതിനുശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ ക്യാബേജ് തോരൻ നല്ല രീതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പല ചേരുവകളും ഞാൻ ചേർത്തത് നിങ്ങൾ ഒരുപക്ഷെ ചേർക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ചേരുവകളെല്ലാം ചേർത്തിട്ട് നിങ്ങൾ ക്യാബേജ് തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെച്ചാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബിൻ്റെ താഴെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.